ഒന്നുകൂടെ ഒഴിക്കണോ നായർക്ക്? അയ്യോ വേണ്ട, ഇനിയിപ്പോ ഒരാൾ ഏത് നേരത്ത് മിന്നൽ പോലെ വന്നും കേറും. ക്ഷിപ്രമാ ക്ഷിപ്രം. ആ, ഇന്ന് ഈ സാധനം ഒരു ഒറ്റ തുള്ളി പോലും കൈകൊണ്ട് തൊടാൻ പാടില്ലാന്ന് കാലത്തൊരു ഉഗ്രശാസനം തന്നിട്ട് പോയതാ അവള്. പക്ഷെ വേണ്ടാന്ന് വെച്ചാലും വയ്യോളം ആവുമ്പോ സമ്മതിക്കല്ലോ രാജ്യം ഭരിക്കുന്ന ചില കഴിവേറികള്. അല്ല കുഞ്ചേരെ, വാതിക്കോട്ട് കണ്ണു വേണം എനിക്ക്, കേട്ടല്ലോ? ഓ, എത്രയായി ചേട്ടാ? ഇതെന്താ ചെവി പുറകോട്ടാ, അതോ വായിൽ നാക്കില്ലേ? അതേ ചേട്ടാ, ദേ എത്രയായിന്ന്. കുഞ്ഞു കൃത്യം മീറ്ററിൽ കാണുന്ന കാശ് തന്നെച്ചാ മതിയേ. അയ്യയ്യേ, അതെന്നെ ഇടപാടാ ചേട്ടാ. ആണുങ്ങളായത്തിന് ഒരു വാശിയൊക്കെ വേണ്ടേ? പറ പറ, വേം പറ. എന്റെ പൊന്നു മോളെ, കുഞ്ഞൊന്നും തന്നില്ലേലും വേണ്ട, പരാതിയില്ല. ഞാനങ്ങ് പൊക്കോളാവേ. എങ്ങനെ 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 എന്തു മോള്? ഇന്നലെ കണ്ടപ്പോ കായും പൂവൊക്കെ ചേർത്ത് വേറൊരു മോളായിരുന്നല്ലോ ചേട്ടാ. അയ്യോ, എന്നെ മോള? കഴിവേ. എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും പറയല്ലേ, ഒന്നും വേണ്ട, എനിക്ക് ഒന്നും തരണ്ട. ഈ പാവത്തിനെ ഒന്ന് വിട്ടേച്ചാ മതി. അയ്യടാ, നല്ല പാവം. ഇന്നലെ ടൗൺ ഹാളിന്റെ മുമ്പിൽ എന്തായിരുന്നു ഈ നേരത്തെ ഒരു പ്രകടനം? മീറ്ററിൽ കാണുന്നത്, പിന്നെ അതിന്റെ പകുതി, അതിന്റെ മുക്കാല്, പിന്നെ അതിന്റെ കാല്. സത്യം പറയാലോ, ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി ഇന്ന് തീർക്കാലോ എന്നുള്ള ഒറ്റ പ്രതീക്ഷയില ഞാൻ സ്റ്റാൻഡിൽ വന്ന് കാത്തു നിന്ന് ചേട്ടനെ തന്നെ തപ്പി പിടിച്ചത്. നീ പറ പറ, വെയിറ്റിംഗ് ചാർജ് കൂടുവേ. എന്റെ പൊന്നു കുഞ്ഞെ മാപ്പ്. ഇന്നലെ എന്റെ കഷ്ടകാലത്തിന് കൊച്ചു ശേഖരേട്ടന്റെ മോളാണെന്ന് അറിയാതെ ഞാൻ ഏതാണ്ടൊക്കെ. എന്താടാ, എന്താ ഇവിടെ? അയ്യോ സാറേ, ഒന്നുമില്ല സാറേ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നടറോട്ടി കമ്മിറ്റി കൊടുക്കണ കള്ളം. അല്ല സാറേ, ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഓട്ടം വന്നതിന്റെ കണക്ക്. എന്താ എന്താ പ്രശ്നം? കാര്യം ചോദിക്കുമ്പോ കണ്ണിറുക്കി കാണിക്കുന്നോടി. അയ്യോ സാറേ, ഒരു മിനിറ്റ്. അയ്യടാ, കണ്ടാലോടനെ കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയൊരു പീസ്. അല്ല, നമ്മൾ ആരാ സാറേ? പോലീസ് യൂണിഫോമിൽ പെട്രോളിന് ഇറങ്ങിയ പൂങ്കൃതി കാമനോ അതോ ഗന്ധർവനോ? ഒന്ന് വന്നേ, ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് വരാൻ. ഇവളെ ഞാൻ ചുമ്മാ വരട്ടല്ലേ സാറേ. കുഞ്ഞിന്റെ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. മിനിറ്റ് സാറേ, ഞാൻ ഈ പൂങ്കൃതി കാമന്റെ പേരൊന്ന് വായിച്ചോട്ടെ. തോമസ് വാഴക്ക. അയ്യേ, ഓ സോറി, തോമസ് വാഴക്കാലി. സോറി, പക്ഷേ നല്ല അസല മുഖപരിചയം. നമ്മൾ ഇതിനു മുമ്പ്. ഓ യെസ്, കിട്ടി കിട്ടി. അല്പം മൂത്ത് നരച്ചെങ്കിലും കല്യാണം കഴിച്ചത് ഈയിടെ, വെരി റീസെന്റ് അല്ലേ? അല്ല, അടുത്തിടയ്ക്ക് മാനസമൈനയിൽ കണ്ടിരുന്നു കല്യാണ ഫോട്ടോ. പിന്നെ ചില ചില ഗോസിപ്സും. അല്ല മാവാ, ഒരു 25 ലക്ഷം രൂപയും 250 പവന്റെ ആഭരണവും കൊടുത്തിട്ട് നമ്മുടെ ആ കോലഞ്ചേരിയിൽ അബ്കാരി കോൺട്രാക്ടർ വിലക്ക് വാങ്ങിച്ച അതേ വാഴക്കാല് തന്നെയല്ലേ ഈ പുള്ളി? ഏതിനും പോരാത്ത ശേഖരേട്ടന്റെ മോളായത്. പുഴുത്ത പട്ടിയുടെ മോളായാലും ശരി, ഇടിച്ച് നിന്റെ കഞ്ഞിനാവ് ഞാൻ കലക്കും. കേട്ടോളി മറ്റം. ആ പുല്ലേ, നിർത്തോ. തനിക്ക് ചവിട്ടിയേ തീരൂ അല്ലേ? തന്റെ ഈ പൊന്തങ്കാലം അത്രയ്ക്ക് അങ്ങ് തരിക്കുന്നുണ്ടെങ്കിലേ അതിനെ കെട്ടി എഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടോ നിർത്തിയിട്ടുണ്ടല്ലോ നല്ല നെയ്ക്കുമ്പളങ്ങയൊക്കെ കയ്യും കാലും വെച്ച പോലെ ഒരു ചരക്ക്. മറ്റേ അബ്കാരിയുടെ ഒറ്റപുത്രി, അവളെ വേണം ചെന്ന് ചവിട്ടാൻ. എന്തായാലും കൂമ്പറപ്പുണ്ടോ വാഴക്കാലിക്ക്? അതിനെങ്ങാനും തന്റെ ഈ കാലൊന്ന് പൊന്തിപ്പോയാല് പിന്നെ കൊത്തി എരിഞ്ഞ് പട്ടഷാപ്പിൽ കൊണ്ടുപോയി കൊടമ്പുളിയിട്ട് കറി വെച്ച് വിൽക്കും അമ്മായിയപ്പൻ, അല്ലല്ലോ? പറഞ്ഞു ജയിച്ചെന്ന് കരുതി തിളക്കണ്ട, നിന്നെ പിന്നെ കണ്ടോളാ ഈ വാഴക്കാലി. കണ്ടോളാടി പന്ന. വണ്ടി എടുക്കോ. അത് കലക്കി. ഞാൻ പോട്ടെ കുഞ്ഞെ. ആ ചേട്ടാ, ദേ നിന്നെ ഒരു സെക്കൻഡ്. ദാ ഇത് വെച്ചോളൂ. അയ്യോ കുഞ്ഞെ, മീറ്ററിൽ കാണിച്ചത്. ഇന്നലെ വഴക്കിന്റെ ഇടയിൽ പ്രസംഗിച്ചില്ലേ, രാപ്പകൽ അധ്വാനം, വീട്ടിൽ പോറ്റാൻ 6-7 വയറെന്നൊക്കെ. ദാ ഈ രൂപ കൊണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയ വയറിന് ഒരുപാട് മിഠായി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ടൊരു വഴക്കാളി ചേച്ചി തന്നാന്ന് പറയണം. എന്താ പറയോ? അതെ, എന്റെ കയ്യിൽ എമ്പിടി കാശുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അതെ, ഇതൊരു പ്രായശ്ചിത്വ ഇന്നലെ വഴക്കിട്ടതിന്. പ്ലീസ് വേണ്ടാന്ന് പറയരുത്. അയ്യോ കുഞ്ഞെ, എന്നാലും. ഏയ് എന്താ ഇത്, വരട്ടെ. കാത്തു. ചേച്ചി. ആ നീയോ? ഇതെന്താടാ ഇന്നൊന്നും വിറ്റില്ലേ? എന്ന് വെച്ചാൽ ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ ചേച്ചി പത്രത്തില്? ഇന്ന് മൊത്തം ഒരു തണുപ്പാ.
എന്റെ പടച്ചതമ്പുരാനെ എന്ന് ആരെങ്കിലും ഓരോരോ പെൺവാണിഭം നടത്തിയിരുന്നെങ്കിൽ. ഇതുമായിട്ട് കൂട്ടി ചെല്ല്, നിന്റെ മൂക്ക് ചെത്ത് മാനേജർ. ചേച്ചി പ്ലീസ് വലിയ പുള്ളിയെ കൊണ്ട് ഒന്ന് പറയിച്ചേക്കണേ. ചെല്ലട്ടെ. ആ ഇബിനു. ഓ എപ്പോഴും ഞാൻ പറയും ആ ബടക്ക് മാനേജറെ കാണാൻ പോകുമ്പോ പുറകിന്ന് വിളിക്കല്ലേ എന്ന്. എന്നാലും ചേച്ചി എന്താണിത്? തുറന്നു നോക്ക്. അയ്യോ ചേച്ചി ഇത് മരക്കഴുതേ, നാളെ അല്ലടാ നിന്റെ. അയ്യോ ശരിക്കും? അതെ ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? അയ്യോ ഇടിവെട്ട്. അപ്പൊ ചേച്ചി നാളെ ഉച്ച കഴിഞ്ഞ് എന്താ സിനിമയ്ക്ക് പോണോ നിനക്ക്? പോയിട്ട് ഉമ്മാനെ കാണണം. പക്ഷേ ഒറ്റയ്ക്ക് പോണല്ലോ എന്ന് ഓർക്കുമ്പോ പേടി ചേച്ചി. കഴിഞ്ഞവണ ചെല്ലുമ്പോ വാടന്മാര് തല്ലിയത് പഴുത്തിട്ട് മേല് മുഴുവൻ ചോരയും പഴുപ്പും നാറ്റവും. എന്നെ കണ്ടപ്പോ തുടങ്ങി ചങ്ങല വലിച്ചു പൊട്ടിക്കാനൊക്കെ അഞ്ഞിട്ടുള്ള ബഹളോ. പിന്നൊടുക്കം ചീത്തവിളിയും കരച്ചിലും. ചിലപ്പോ തോന്നും ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നതിന് പകരം ആരും കാണാതെ നാളെ ഞാനും വരാം നിന്റെ കൂടെ. ചേച്ചി വല്ലുവിളിയോടൊന്ന് പറഞ്ഞേക്കണേ. ഓ ഇടതു കക്ഷം ഒരു പുനർചിന്തനം. ഇടതു കക്ഷം പാ വേണ്ടടുത്ത് കാ വേണ്ടടുത്ത് കൂ. ഇക്കണക്കിന് താനൊക്കെ കുഞ്ഞിക്കണ്ണെന്ന് കമ്പോസ് ചെയ്ത് എന്താ ഓടോ ആശ്ലീലം മരമൈത്താണ്ടികള്. ശേഖരൻ ആരാടാ അവിടെ? എടാ ആരാണ് ചോദിച്ചത്? നിന്നെ ഞാൻ. ആരാടാ അവിടെ? ആരാന്ന്? ആഹാ ഈ ദേവു അല്ലാതെ വേറെ ആരാ മാഷ ഇവിടെ? എന്താടാ? പൊക്കോ. അതെ അവിടെ നിക്ക. പല തവണയായി ഞാൻ നിന്നോട് താക്കീത് ചെയ്യുന്നു. പെൺകുട്ടികൾ ഇങ്ങനെ ചൂളം കുത്താൻ പാടില്ല. കുട്ടിയെ ഇതൊരു പത്രമാഫീസാണ്. അതെ ഇവിടെ ആരോടും ബഹുമാനം ഇല്ലാച്ചാ വേണ്ട. പക്ഷെ ഒക്കേറ്റിനും സാക്ഷിയായിട്ട് തലയ്ക്ക് മുകളിൽ ആ ഒരാളിരിപ്പുണ്ട്. അതെങ്കിലും വേണം ഒരു വിചാരം. മാഷ ഒന്ന് വായിച്ചേ. എന്താ? എന്തിനാ വായിക്കും മാഷേ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ഉണ്ടെന്ന്. എന്തോന്ന്? സ്വാതന്ത്ര്യം, ചൂളമടിക്കാനുള്ള സ്വാതന്ത്ര്യം. അതെ മാഷിനെ പോലുള്ള മൂരാഴ്ചകൾ നിത്യം ഇതിങ്ങനെ ഒരു 100 ആവർത്തി വായിച്ചാ മതി. ഒക്കെ ഭേദാവും. എന്തോന്ന് ഭേദാവും? സൂക്കേട്. ഇങ്ങനെ ഓരോരോ ദുർവിചാരങ്ങൾ തോന്നണില്ലേ മാഷ്ക്ക്? അത് ഭേദാവുന്ന്. കഷ്ടം, മഹാപാപം. പെൺകുട്ടികളെ കണ്ടാൽ ദുർവിചാരോ? എനിക്കോ? എന്റെ കൃഷ്ണ അമ്പാടിക്കണ്ണ. ദേ എപ്പോ നോക്കിയാലും കൃഷ്ണ കൃഷ്ണ. ചുമ്മാതല്ല മാഷ്ക്ക് ആ തിരുമാലിയെ പോലെ എപ്പോഴും ഓരോരോ വേണ്ടാതീനങ്ങൾ തോന്നണേ. അതെ മാഷേ, നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞാ പിന്നെ രാമരാമാന്ന് ജപിച്ച് പഠിക്കണം. എങ്കിലും മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കൂ. എന്തായാലും ശരി, മേലിൽ നിന്റെ ഈ വിധമുള്ള കുസൃതി തരങ്ങളൊക്കെ നമ്മുടെ ഈ പത്രമാഫീസിന് മതിൽക്കെട്ടിനുള്ളിൽ തന്നെ മതി. അല്ലാതെ പുറത്തിറങ്ങി പോലീസിനോടും പട്ടാളത്തിനോടും ഒന്നും വേണ്ട, കേട്ടല്ലോ. നല്ല ഉപദേശം. അല്ല, നാക്ക് തെളിയുന്നതിന് മുമ്പേ പോലീസ് പുല്ലാണേന്ന് വിളിച്ചു പോവാൻ പഠിപ്പിച്ചവര് തന്നെ പറയണം ഇപ്പൊ ഈ നല്ല കാര്യങ്ങള്. നിന്നോട് വാദിച്ച് ജയിക്കണമെങ്കിൽ ഞാൻ ഇനിയും ബനാറസിൽ പോയി രണ്ടാമതൊന്നുള്ള നിയമം പഠിച്ചോണ്ട് വരണം. ഇടതുപക്ഷം പുനർചിന്തനം, ആഭ്യന്തരമന്ത്രിക്ക് അവിഹിത താല്പര്യം. ഇതിപ്പോ എല്ലാം കൂടെ ശേഖരൻ ഏതാണ്ട് കൽപ്പിച്ചു കൂട്ടിയ മട്ടുണ്ടല്ലോ. കൽപ്പിച്ചു കൂട്ടിയിട്ടായാലും ഇല്ലേലും ഈയിടെയായിട്ട് ഒരു ഇത്തിരി യെല്ലോ കൂടി വരുന്നുണ്ടോന്നൊരു സംശയം ശേഖർജിയുടെ ജാഗ്രതയില്. ഇല്ലേ മാഷേ? വേണ്ട, ഒന്നും മിണ്ടല്ല. കുട്ടി ഒന്നവിടെ നിന്നേ. ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു ഭഗവാനെ. അല്ല, മാധവേട്ടൻ കുട്ടിയെ? ഇല്ല, മാധവേട്ടൻ കുട്ടി അന്വേഷിച്ചില്ല. ഇപ്പൊ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഞാൻ. അല്ല, അത് ഞാൻ. അതെ, എപ്പോഴും ഇങ്ങനെ ഒരേ കള്ളം തന്നെ പറഞ്ഞ് ശീലിക്കലേ കുഞ്ചൂസേ. ഇടയ്ക്കേ എന്തെങ്കിലും ഇത്തിരി ഒന്ന് മാറ്റി പറയണം. അങ്ങോട്ട് മാർക്കേ. അകത്ത് ഏതാണ്ട് ചർച്ച നടക്കുന്നത്, അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ. ഓഹോ, അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? എന്നിട്ട് എത്ര പെഗ്ഗായി കാണും ചർച്ച?
മോളെ അവിടെ നിൽക്ക്. കുഞ്ഞുമോൻ പറയുന്നത് കേൾക്ക് മോളെ, പറയുന്നത് കേൾക്ക്. എന്താ അവിടെ ഒരു ബഹളം? മോളെ, കുഞ്ഞുമോൻ പറയുന്നത് കേൾക്ക്. ഇപ്പം അത് ഞാൻ കുഞ്ചൂസ്. പറഞ്ഞില്ലേ മോളാ, പക്ഷെ ഇടയ്ക്ക് വിളങ്ങ് മറന്നുപോകും ഇതൊരു പത്രം ഓഫീസാണെന്ന്. അങ്ങനെ ഇപ്പൊ ആരും വെറുതെ കുട്ടിയുടെ പുറത്ത് കുറ്റം ചാരണ്ട. ഇവൾക്കിത് പത്രം ഓഫീസും അല്ല വീടും അല്ല. ദേ ഇതിങ്ങനെ മുട്ടയെ നീന്തുന്ന പ്രായത്തിലേ പത്രം ഓഫീസിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ ശേഖരൻ. പിന്നെ ഇതിനെ ഇങ്ങനെ കൊഞ്ചിച്ചതും വെള്ളാക്കിയതും ഞങ്ങളാ ചില്ലറ തന്നെയാ. അല്ലാണ്ട് കുട്ടിയുടെ ദോഷമല്ല അല്ലേ മോളെ? ശരിടാ, നേരം കൊണ്ട് വാ. പറഞ്ഞത് ഓർമ്മ വേണം. ഇനി അങ്ങോട്ട് സൂക്ഷിച്ചു വേണം തന്റെ ഓരോ നീക്കങ്ങളും. ചെല്ലേ.